ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്, അവരുടെ നൈറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കറൻറ്റ് എനർജി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, വളരെ പോസിറ്റീവായി അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം. ഓക്കെ, ഇതാണ് പേഴ്സൻ്റെ എനർജി. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും നിലവിലുള്ള എനർജി നമ്മൾ നോക്കുമ്പോൾ രണ്ടും നമുക്ക് ആ കോഡ് കാർഡ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബോൾഡായിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അതായത് നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സണോടായിരിക്കും, റിലേഷൻഷിപ്പിനോടായിരിക്കും താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അതൊന്നും നിങ്ങൾ പുറമേ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ആ ഒരു കോൾഡ് ആൻഡ് റിജിഡ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ്, വേദനയൊക്കെ വരുമ്പോൾ ചിലവരങ്ങോട്ട് കുറച്ചൊരു പരുക്കനായിട്ട് മാറാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇമോഷൻസിനൊന്നും ഈ ഒരു പേഴ്സണോട് കാണിക്കുന്നുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അതിൻ്റെ പുറകെ പോകുന്നുണ്ടാവില്ല. കുറച്ചധികം ഒരു മനസാന്നിധ്യം ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്നതോ അല്ലെങ്കിൽ പേഴ്സൻ്റെ പുറകെ ബെഗ് ചെയ്ത് നടക്കുന്ന ഒരു എനർജിയോ ഒന്നുമല്ല, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഏജ് വൈസ് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണേക്കാളും മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ 100% ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുകൊണ്ട് കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു നമ്മൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് നിങ്ങളുടെ എനർജിയിൽ നമുക്ക് ഇപ്പോഴും നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഒറ്റയ്ക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതായത് ലൈഫിലാണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിൽ എല്ലാം കൊണ്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കാണുന്നത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസസ് കൊണ്ട് നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടതാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്നൊന്നും നിങ്ങളെ അങ്ങനെ തകർത്തിട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവാം, ക്ലാരിറ്റി വേണ്ടുന്ന കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ജെനുവൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സണെ നിങ്ങളെ കൂടി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി തന്നെയാണ് വളരെ ഡോമിനേറ്റിംഗ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയാൻ സാധിക്കുന്നത്. അതേസമയം ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഏജ് വൈസ് കുറച്ച് നിങ്ങളെക്കാളും കുറവുള്ള പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ഇമ്മച്യൂരിറ്റി കാണിക്കുന്നുള്ളൊരു വ്യക്തിയായിരിക്കും. ഇപ്പം എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചിലവർ വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഏജിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ അവരുടെ ഒരു ക്യാരക്ടറാണ്. അതേസമയം ചിലവർ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിലും ഒരു കുട്ടിക്കളി, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നിയേക്കാം. കാരണം അവരുടെ ഒരു ബിഹേവിയർ അങ്ങനെയായിരിക്കും എന്ന് പറയുന്ന പോലെയുള്ളൊരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സിറ്റുവേഷൻ എടുക്കുന്നില്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കറണ്ട് എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇത് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന അവസ്ഥയായിരിക്കാം. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും
ഈ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാരിറ്റി വേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ ഒരു പേഴ്സൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മനസ്സ് നമുക്കിവിടെ കാണാം. അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ടൊരു അത്രയും ഒരു രീതിയിൽ നിങ്ങളിപ്പോൾ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ പറയാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ എല്ലാത്തിനുള്ള ഉത്തരങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള ഒരു സ്റ്റാൻഡിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതായത് നേരത്തെ ചിലപ്പോൾ നല്ലോണം ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രീതിയിൽ കുറച്ച് നിങ്ങൾ ആ ഒരു ബലം പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടായെന്ന് വരാം. എങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഈ ഒരു പേഴ്സണും ഹോണസ്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതിനകത്ത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളിപ്പോൾ ഈ ഒരു എനർജിയിലാണോ എന്നുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബോൾഡ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. നല്ല എനർജിയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളത്. Okay, page of water, love, 7 of water, strength, 3 of earth, messenger of fire, 6 of air, 2 of fire, queen of air, magician, messenger of earth, world, chariot, 6 of water, and 8 of water. ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി നോക്കിയതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ ഒരു ഫീലിങ്സ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിക്കാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ആവശ്യം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണെന്ന് പറയാം. അതായത് ചില റീഡിങ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളായിരിക്കാം കൂടുതൽ പുറകെ നടക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയിട്ട് ഭയങ്കര നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ ആ ഒരു എനർജി നിങ്ങൾക്കായിരിക്കാം. കൂടുതലും നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇതാരുടെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ആ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സണോട് നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടാവും പക്ഷെ കാണിക്കുന്നുണ്ടാവില്ല. കുറച്ചൊരു ഗമയിലിരിക്കുന്ന ഒരു സമയമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ പേഴ്സൺ വീണ്ടും വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഏതെങ്കിലും തരത്തിൽ. ഇപ്പോൾ വീണ്ടും നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ബ്ലോക്ക് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റി നമ്മളിലേക്ക് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുക. ആ ഒരു തരത്തിലൊക്കെ. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളിൽ എന്താ പറയുന്നത്, നിങ്ങളിലൊരു വേൾഡ് കണ്ടിട്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസസിൽ നിന്ന് ഇവർ നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വല്ലതും മനസ്സിലാക്കിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും.
അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് നിന്നപ്പോൾ ഇവർക്ക് ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഓടി വരുന്നതായിരിക്കും. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങളോടുള്ള ആ ഒരു ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് താല്പര്യം നിലനിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ചൊരു കള്ളത്തരമോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാവാം. അതായത് നമ്മൾക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി പറയാനുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവും. അതും ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുമോ എന്നുള്ള പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഫിയർ ചിലപ്പോൾ നിങ്ങളോടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ധൈര്യം സംഭരിക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു പേജ് ഓഫ് വാട്ടർ, ലവ് എനർജി, അതുപോലെ സൺ ഓഫ് വാട്ടർ ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതായത് ഏത് രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊന്ന് സിറ്റുവേഷൻ നല്ല രീതിയിലാക്കി എടുക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർ വളരെയധികം എന്താ ഡ്രീമി ആണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ന് തന്നെ പറയാം. ഇത് പ്രത്യേകിച്ച് നൈറ്റ് ഫീലിങ്സും കൂടി ആയതുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് നല്ലപോലെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ലവ് എനർജി, അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ചിന്തകളിലാണ് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ലവ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം മുഴുവൻ നിങ്ങൾക്ക് തരാനായിട്ട് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ അവരിലുണ്ട്. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചൊരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മറുപടി ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. എങ്ങനെയാണ് ഇതൊന്ന് ഓക്കെ ആക്കി എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തലവേദന കാര്യങ്ങൾ ഈ ഒരു പേഴ്സണുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതും ചിലപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് എനർജിയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ലേഡി ആ ലയണിനെ ഒന്ന് ടൈം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഇതാണ്. അതായത് ഒന്ന് സാന്ത്വനിപ്പിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരിലേക്ക് അടുപ്പിക്കാനായിട്ട് നോക്കുന്ന ഒരു എനർജിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണും ഈ പറഞ്ഞതുപോലെ നിങ്ങളെ അവരിലേക്കൊന്ന് ഒന്ന് മെരുക്കിയെടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ അവരിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ ഒരുപാട് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ട്. ആ ഒരു രീതിയിലും കൂടി നിങ്ങളെ കാണുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു എനർജി എടുത്തപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ക്വീൻ ഓഫ് സോഡ്സ് എനർജി കിട്ടിയതാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം ആ ഒരു എനർജി കയറി വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് എയർ എനർജി. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ അറിയാം നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന്. അത്രയും നന്നായിട്ട് നമുക്കിത് കണക്റ്റ് ആയിട്ട് ഒരു ഡബിൾ കൺഫർമേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ കയറി വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുന്നത് ബലം പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് അവർക്കറിയാം. നിങ്ങളെ നല്ല രീതിയിലൊന്ന് മയപ്പെടുത്തി എടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ എന്ത് കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും അതെല്ലാം ഹീൽ ചെയ്ത് കളയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്. ഇപ്പോൾ കഴിഞ്ഞത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. പരസ്പരം ചിലപ്പോൾ വേദനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാകും. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പാസ്റ്റ് അവിടെ ഉപേക്ഷിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ പറയുന്ന രീതിയിൽ ഉള്ള ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കാര്യങ്ങളെല്ലാം കളയാൻ അല്ലെങ്കിൽ ഹീൽ ആവാനായിട്ട് ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ക്വീൻ ഓഫ് എയർ എനർജി കഴിഞ്ഞാൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മജീഷ്യൻ എനർജിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഒന്ന് അവരുടെ വഴിക്ക് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മെരുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഏതറ്റം വരെ പോയേക്കാം. ആ ഒരു മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ഇല്ലാന്ന് കാണിക്കാനും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാനും ഒരു മജീഷ്യനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇത് എന്താ പറയുക, നിങ്ങളെ ഒന്ന് അവരിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതായത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ പോയി കഴിഞ്ഞാലും ഈ റിലേഷൻഷിപ്പ് വേണം അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പിന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇഷ്ടം തുറന്ന് പറയാത്ത വ്യക്തികളുണ്ടാവാം. അതായത് നിങ്ങളുടെ മനസ്സിനകത്ത് ഇഷ്ടമുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നറിയാം. പക്ഷേ പരസ്പരം തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികളുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ ഇത് ഒരുപാട് റെസൊനേറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം
ഈ ഒരു പേഴ്സൺ ആദ്യം ഒന്നും തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇതെല്ലാം മനസ്സിലാക്കി അതിനൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതുവരെ ഇഷ്ടം പറയാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സണെയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളതെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കും ഇതൊരുപാട് റെസൊനേറ്റ് ആവുന്ന എനർജി തന്നെയാണ്. അതുപോലെ വേറെ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തിൻ്റെങ്കിലുമൊക്കെ പേരിലൊന്ന് അടികൂടി ഇരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സംശയിച്ചിരിക്കുന്നൊരവസ്ഥ, ചോദ്യം ചെയ്ത് ഇരിക്കുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് നമ്മളുടെ വഴിക്ക് കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കാം. അതായത് നിങ്ങളൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന പോലെ കൈയും കാലും പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് നമ്മളുടെ വഴിക്ക് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ അടുത്തെങ്ങും ഇത്രയും ഒരു എന്താ പറയുക, ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ഗോൾഡ് ആൻഡ് ചാരിയറ്റ് എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വരാനായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള പേഴ്സണാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ. ഇവിടുത്തെ പല എനർജീസിലും ആ ഒരു മിസ്സിങ് ഫീലിങ്ങും കൂടി ഉണ്ട്. അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പല എനർജീസിലും നമുക്ക് ആ ഒരു മിസ്സിങ് നല്ലതുപോലെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഈസ് ഓഫ് വാട്ടർ എനർജിയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹം, അല്ലെങ്കിൽ ഒരുപാട് ഡീപ്പ് ഫീലിങ്സ്, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു പേഴ്സണാണ്. അവരുടെ ഒരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് എന്ന് പറയാം. ഇവിടെ ഈ ഒരു ഈസ് ഓഫ് വാട്ടർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഒരു സീ ഹോഴ്സ് ആണ്. അപ്പോൾ സീ ഹോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മെയിൽ സീ ഹോഴ്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. അതായത് പാർട്ട്ണറിന് വേണ്ടി എത്രയും പോലും കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു എനർജിയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി എന്നും കൂടി എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്ന് വളരെ കാര്യമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് തന്നെ എനിക്ക് അവരുടെ ഒരു ഇപ്പോഴത്തെ വേറെ എന്ത് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിലും, ഇപ്പോൾ കരിയറോ ഫാമിലിയോ അല്ലെങ്കിൽ മണി പ്രോബ്ലമോ എന്തുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം, അറ്റാച്ച്മെൻറ്റ് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ തോന്നുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീലിങ്സ് ആണ്. ഒരു ഡീപ്പ് കണക്ഷൻ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഇവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് അക്വേറിയസ്, ജെമിനായി. അതിൽ ജെമിനായി വളരെ സ്ട്രോങ് ആണെന്ന് പറയാം. ജെമിനായി റെപ്രസെൻറ്റ് ചെയ്ത് കാർഡ്സ് കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ്. അതിൽ തന്നെ സ്കോർപ്പിയോ ആൻഡ് ക്യാൻസർ എനർജീസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോറസ് ആൻഡ് വിർഗോ എനർജീസ്, ആൻഡ് ഫൈനലി ലിയോ. ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 6, നമ്പർ 7, നമ്പർ 8 ആൻഡ് നമ്പർ 21. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ചെറിയൊരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതൽ. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ എന്നെ വീണ്ടും വിഷമിപ്പിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലായിരിക്കാം നിങ്ങളുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിലനിർത്തി തരാനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.